ഞങ്ങളൊക്കെ എന്തോ കോലത്തിലൊക്കെ പോകുമ്പോ ആരെങ്കിലും ചോദിച്ചു സെൽഫി എടുക്കണതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ദൈവമേ. ഞാൻ കുറെ പ്രാവശ്യം ടൗണിൽ പോയിട്ട് മറ്റേ 100 രൂപ മറ്റേ ഇത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മഴയൊന്നും ഇല്ല എന്നാലും ഞാനത് ഇട്ട് എനിക്കറിയില്ല എന്തിനാണ് ഇട്ടെന്ന്. മഴ കഴിഞ്ഞ ഞാൻ അറിഞ്ഞില്ല. ഞാനിത് ഇവിടെ ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോ മമ്മർച്ചിരിയില്ലല്ലോ. അപ്പോഴാണ് ഞാൻ എന്റെ രൂപത്തിനെ പറ്റി ചിന്തിക്കുന്നേ. ആ സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും ഒരു സാധനം ഒന്നും അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങനെ നിൽക്കുന്ന ആളുകളല്ല. അപ്പൊ നമ്മുടെ അടുത്ത് നിങ്ങൾ ഇത് TV കാണുമ്പോ വേറെ ഇവിടെ കാണുമ്പോ വേറെ. സത്യം TV കാണുമ്പോ പിന്നെ ഹൈറ്റ് എന്നെ പറയലുണ്ട്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ തോന്നുന്നൊക്കെ. പക്ഷെ ഞാൻ കുറച്ചുകൂടി ഹൈറ്റ് പ്രതീക്ഷിച്ചില്ലേ. അത് വെറുതെ ചുമ്മാ പ്രായം കുറവാണെന്ന് തോന്നിക്കൊണ്ട് ക്യാമറയ്ക്ക് വെച്ചാൽ അതൊക്കെ ക്യാമറയുടെ അതെ 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 അതെ. ഒരു കഷ്ടപ്പെടുന്നുണ്ട് പ്രായം കുറച്ച് കാണിക്കാൻ. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഫേമസ് ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളെ ഗേൾസിന് കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് വേണമല്ലോ നമ്മളൊന്ന് പുറത്തേക്ക് വരാന്. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയായിരിക്കും എല്ലാരും വന്നിട്ടുണ്ടാവുക. ഈ വീട്ടിലെ കാരണവന്മാരൊക്കെ ഇങ്ങനെയായിരുന്നു. ഐ മീൻ ഫേമസ് ആയതിനു ശേഷമാണോ? എനിക്ക് അതായത് മുന്നേ എവിടെ എത്തൂല എന്നൊക്കെ വിചാരിച്ച് കളിയാക്കി വിട്ടവരൊക്കെ തീർച്ചയായും പറയാൻ കുറെ ഉണ്ടോ? എനിക്ക് എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടാ. ഞാൻ അങ്ങനെയാ എല്ലാത്തിലും. കാരണം ചേച്ചീനെ ഭയങ്കരമായിട്ട് പിടിച്ചു വെച്ചായിരുന്നു വളർത്തിയത്. അതുകൊണ്ട് തന്നെ ചേച്ചി ആ ഫ്രീഡം എനിക്ക് തരാനും എന്നെ നല്ലപോലെ ടൂറിന് വിടാനും എല്ലാത്തിനും അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ടാ വളർത്തിയത്. ഞാൻ ടൂർ പോയിട്ട് അങ്ങനെ നാടകം ഭയങ്കര ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് കല്യാണം കഴിച്ചാലേ അറിയാം എന്റെ ഇത്